ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നാട്ടിൽ പോയ രഞ്ജിത്തും ലിഷയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിഷയുടെ ബർത്ത്ഡേ കൂടിയാണ്. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ അവർ ഇന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നാട്ടിൽ നിന്ന്. ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചെറിയ പ്ലാനിലാട്ടോ. അപ്പോൾ അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് കുറേ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും കുറച്ച് ബലൂണും ഒരു കേക്കും ഒക്കെ മേടിക്കണം. അപ്പോൾ നമുക്ക് പുറത്ത് പോയി അതൊക്കെ മേടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ആദ്യം പോയത് B&Mലേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് ഒരു ക്യാൻഡിലും പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച TK Maxx നമ്മളൊരു സ്റ്റാൻഡ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാന്റ് വല്ലതും നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടതിൽ വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് വരണം നോക്കി അവൾ എടുത്തു കേട്ടോ. അപ്പോൾ ആ പ്ലാന്റ് എടുത്തിട്ട് പിന്നെ നമ്മളധികം അവിടെ നിന്ന് വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. നേരെ പോയത് ബലൂണും അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള അതുപോലത്തെ ഐറ്റങ്ങളുള്ള സ്ഥലത്തേക്ക് കേട്ടോ. അവിടെ പോയി അവൾക്ക് ഇഷ്ടപ്പെട്ട അവളെന്തോ മനസ്സിൽ കണ്ടിട്ട് വന്ന ബലൂൺ ഏതോ കളറൊക്കെ, പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയൊരു ബലൂൺ എടുത്തിട്ട് നേരെ നമ്മൾ കാർഡ് സെക്ഷനിലേക്ക് വിട്ടു. അവിടെ ഒത്തിരി നിന്ന് കറങ്ങില്ല, ഒരു കാർഡ് എടുത്തിട്ട് നേരെ ടെസ്കോയിലേക്ക് വിട്ടു. ടെസ്കോ കയറി നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടോ. അത് ഇനി നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ബലൂണും ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി കേക്ക് ഓർഡർ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ടൗൺ സെൻറ്ററിലുള്ള പ്രദേശ് ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറിയിൽ നിന്നാണ് മേടിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പഴയ പള്ളിയാണ്, മൊത്തം സെമിത്തേരി കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് ഷോപ്പിലെത്തി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു. അത് പിന്നെ വേറെ ഒന്നും നോക്കില്ല, കേക്ക് എടുത്തു. അവർ പേര് തരാമെന്ന് വെച്ചാൽ പേര് തന്നില്ല. പിന്നെ ഒരു കാർഡിൻ്റെ അത് ലിഷയുടെ പേര് എഴുതി അവരിങ്ങ് തന്നു കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ കേക്കും ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം മേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാ സാധനങ്ങളും തീർന്നിരിക്കുകയാണ്. അവരൊക്കെ വരുന്നതല്ല. അപ്പോൾ നമുക്ക് എല്ലാം സാധനം മേടിച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഹൽദിയിലേക്കാണ് പോകണം. വീടിൻ്റെ അടുത്തൊരു ഹൽദി ഉണ്ട്. അപ്പോൾ ഹൽദി പോയി നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ലിഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു ഫ്ലേവറൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഡെക്കർ ചെയ്യാനുണ്ട്, പിന്നെ കുക്കിംഗ് ചെയ്യാനുണ്ട്. പിന്നെ വീട് ആകെ ഇത്തിരി അലങ്കോലമായി കിടക്കും. അതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളെല്ലാം തുടങ്ങാൻ കേട്ടോ. പിന്നെ അധികം അവിടെ നിന്ന് താമസിക്കാതെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ കുക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. ബീഫ് നമ്മൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ കഷ്ണം ഇച്ചിരി വലിയതായിപ്പോയി. അപ്പോൾ അതിൻ്റെ അത് മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കും കേട്ടോ. ഇന്ന് എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കണേ? ചിക്കൻ കറി ഉണ്ട്, ബീഫ്, ക്യാബേജ്, മുരേറിയില്ല. പക്ഷെ അവര് കുറെ കറികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവര് എന്തൊക്കെയാണ് മീൻകറി, മാമ്പഴ പുളിശ്ശേരി, അങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നാളെ തൊട്ടത്തൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കാനുള്ളതാണ് അല്ലേ? ചെറിയ രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പോകാം കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ചെറിയ രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ചിടാൻ പോകുക. കാണുമ്പോൾ ഒരു സന്തോഷമാവാൻ പാകത്തിന്. നമ്മുടെ ബീഫ് വിസിലടിച്ച് തുടങ്ങി കേട്ടോ. ഇത് ഇന്നലത്തെ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഉണ്ട്, ഇപ്പം തന്നെ ബീഫാവും. അപ്പോൾ അവർ 12 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിരുന്നു. ഇപ്പോൾ വെളുപ്പിന് 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവരിപ്പോൾ എത്താറായിട്ടുണ്ടെന്നാണ് നമ്മൾ ഫോൺ വിളിച്ചു. അപ്പോൾ തന്നെ നമ്മൾ കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു, മെഴുതിരിയൊക്കെ കത്തിച്ചു, വൈൻ പൊട്ടിച്ച് വെച്ചു, എല്ലാം സെറ്റായിട്ടോ. ഇനി അവർ വരുമ്പോൾ സർപ്രൈസ് ആവുമെന്നുള്ളതെല്ലാം കണ്ടറിയണം. നമുക്ക് നോക്കാം കേട്ടോ എന്താവുമെന്ന്. ഫുള്ള് സെറ്റാ. കുളിച്ചു കുട്ടാൻ എന്റെ ബർത്ത്ഡേ
ഹാപ്പി ബർത്ത്ഡേ. ഇത് ആരുടെടാ? നിങ്ങളുടെ ഇന്നാണോ? ആ ബെസ്റ്റ് വൈകും. ആയോ ഒരു കുഞ്ഞു പരിപാടി, ഒരു കുഞ്ഞു പരിപാടി. ഞാൻ സത്യം പറയട്ടെ, ഒരു 95% അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വിട്ടു. തലവസായതുകൊണ്ട് ഒരു ഇതില്ല, ആർക്കും ഒരു അല്ല, കൊറേ നാളിന് ശേഷം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. ബർത്ത്ഡേ അതാ ഞാൻ ചോദിക്കുന്നത്. എന്റെ ഗിഫ്റ്റ് ഞാൻ മുറിച്ചോളാം. Happy birthday to you. Happy birthday to you. ഞാൻ പറഞ്ഞില്ലേ? കൊടുത്തു. അതാണ് കുഞ്ഞിപ്പണ്ണിനോട് അഡ്രസ് ചോദിച്ചേ. അപ്പൊ അവിടെ അഡ്രസ് പക്ഷെ സാധനം കിട്ടിയില്ല. അല്ല ഞാൻ മേടിക്കുവായിരുന്നു. വരാൻ വല്ലതും ആണോന്ന് അറിയാൻ ആ സാധനം കിട്ടാത്ത വേറെ കൂടുതലും പോയോ? അല്ല, അവളെന്തോ പേയ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോ എന്തോ ശരിയായില്ല, ഞങ്ങൾ പോയി മേടിക്കുവായിരുന്നു.